കൈലാസ് മാനസരോവർ യാത്ര. ഓരോ ശിവഭക്തന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ പുണ്യഭൂമിയിലേക്ക് ഒരിക്കലെങ്കിലും എത്തുക എന്നത്. പണ്ട് വളരെ കഠിനമായിരുന്ന ഈ യാത്ര ഇന്ന് ഇന്ത്യ കുറച്ചുകൂടി എളുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പാതയെ ചൊല്ലി നമ്മുടെ അയൽരാജ്യമായ നേപ്പാളും ഇന്ത്യയും തമ്മിൽ വീണ്ടും ഒരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്, അതായത് ഒരു അതിർത്തി തർക്കം രൂപപ്പെട്ടിരിക്കുകയാണ്. അത് രൂക്ഷമാവുകയാണ്. ഉത്തരാഖണ്ഡിലെ ലിബുലേഖ് പാസ് വഴിയുള്ള യാത്രയ്ക്കെതിരെ നേപ്പാൾ ഗവൺമെന്റ് ഔദ്യോഗികമായി ഒബ്ജക്ഷൻ അറിയിച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. ഇന്ത്യ ഏകപക്ഷീയമായി ഇവിടെ റോഡ് നിർമ്മിക്കാനോ യാത്ര നടത്താനോ പാടില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ ഇന്ത്യ വെറുതെ ഇരുന്നു? ഇല്ല. ന്യൂഡൽഹിയിൽ നിന്ന് നേപ്പാളിന് വളരെ കൃത്യമായ എന്നാൽ ഷാർപ്പായ ഒരു മറുപടി പോയിട്ടുണ്ട്. എന്താണ് ഈ ലിബുലേഖ് തർക്കം? എന്തുകൊണ്ടാണ് നേപ്പാൾ ഇപ്പോൾ വീണ്ടും ഈ ഒരു വിഷയം ഉയർത്തുന്നത്? ഇതിന് പിന്നിൽ ചൈനയുടെ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഉണ്ടോ? ഇന്ന് നമുക്ക് ഈ ഒരു ഗൗരവമായ വിഷയം ഒന്ന് പരിശോധിക്കാം. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മെയ് ആദ്യ ആഴ്ചയോടെയാണ് നേപ്പാൾ ഗവൺമെന്റ് ഇന്ത്യയുടെ ലിബുലേഖ് വഴിയുള്ള മാനസരോവർ യാത്രയ്ക്കെതിരെ ഒഫീഷ്യലായിട്ട് ഒബ്ജക്ഷൻ അറിയിക്കുന്നത്. അവരുടെ വാദം ഇത്രയേ ഉള്ളൂ: ലിബുലേഖ് പാസ് ഉൾപ്പെടുന്ന കാലാപാനി, ലിംപിയാധുര എന്നീ പ്രദേശങ്ങൾ നേപ്പാളിന്റേതാണ്. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയെന്നോ? നേപ്പാളിന്റെ ഈ വാദം വസ്തുതാപരമല്ല, അതിലുപരി ഇതിൽ യാതൊരു സത്യവുമില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ആഞ്ഞടിച്ചത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നേപ്പാൾ ഇടപെടേണ്ടതില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ഇന്ത്യ നൽകുന്നത്. ലിബുലേഖ് എന്നത് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ കൺട്രോളിലുള്ള പ്രദേശമാണ്. അവിടെ ഇന്ത്യൻ ആർമിയുടെ പോസ്റ്റുകളുമുണ്ട്. കാലങ്ങളായിട്ട് നമ്മുടെ ആളുകൾ അവിടെ യാത്ര ചെയ്യുന്നുമുണ്ട്. പക്ഷേ നേപ്പാൾ പറയുന്നത് 1816 സഗൌലി ട്രീറ്റി പ്രകാരം ഈ സ്ഥലം അവരുടേതാണ് എന്നാണ്. ഈ ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റിലാണ് തർക്കം നിൽക്കുന്നത്. ഇന്ത്യയുടെ ഭാഗം വളരെ ക്ലിയർ ആണ്. ഇന്ത്യ പറയുന്നത് ലിബുലേഖ് വഴി മാനസരോവർ യാത്രയ്ക്കായി റോഡ് നിർമ്മിച്ചതും ഇപ്പോൾ യാത്ര പുനരാരംഭിച്ചതും പൂർണ്ണമായും ഇന്ത്യൻ മണ്ണിലാണ് എന്നാണ്. നേപ്പാൾ ഉന്നയിക്കുന്ന ടെറിട്ടോറിയൽ ക്ലെയിം വെറും ഒരു നിലനിൽപ്പില്ലാത്ത കാര്യമാണ് എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. MEA പുറത്തുവിട്ട പ്രസ്താവനയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട്, ഈ പ്രദേശം ഇന്ത്യയുടെ പരമാധികാരത്തിന് കീഴിലുള്ളതാണ്. 2, നേപ്പാളിന്റെ അവകാശവാദങ്ങൾ കൃത്രിമമായിട്ടുണ്ടാക്കിയ ഭൂപടങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. മൂന്നാമത്, 2 രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്തരം ഏകപക്ഷീയമായ പ്രസ്താവനകൾ അംഗീകരിക്കില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: ആർട്ടിഫിഷ്യൽ എൻലാർജ്മെന്റ്. അതായത് 2020 നേപ്പാൾ അവരുടെ പൊളിറ്റിക്കൽ മാപ്പ് മാറ്റി വരച്ചിരുന്നു. ഇന്ത്യയുടെ ഭാഗമായ കുറേ സ്ഥലങ്ങൾ അവർ സ്വന്തം മാപ്പിൽ ചേർത്തു. അതിനെയാണ് ഇന്ത്യ ഇപ്പോൾ പരോക്ഷമായിട്ട് വിമർശിക്കുന്നത്. നേപ്പാളിന്റെ ഈ പുതിയ ഭൂപടം ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നേപ്പാൾ ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഇതിന് പിന്നിൽ ചില ജിയോ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒന്നാമതായിട്ട്, ചൈന ഫാക്ടറാണ്. നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സ്വാധീനം കൂടുമ്പോഴെല്ലാം അവർ ഇന്ത്യക്കെതിരെ അതിർത്തി പ്രശ്നങ്ങൾ ഉയർത്താറുണ്ട്. ഇതിന് പിന്നിൽ ചൈനയുടെ പ്രേരണയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ചൈന നേപ്പാളിനെ ഒരു പ്രോക്സി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനിയുള്ളത് ഡൊമസ്റ്റിക് പോളിറ്റിക്സ്. അതായത് നേപ്പാളിലെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ പലപ്പോഴും ഭരണകൂടം ഇത്തരം നാഷണലിസ്റ്റിക് വികാരങ്ങൾ കുത്തിപ്പൊക്കാറുണ്ട്. ഇന്ത്യ നമ്മുടെ സ്ഥലം പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് അവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഗുണകരമാണ്. പക്ഷെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ളത് വെറും അതിർത്തി പങ്കിടൽ മാത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റോട്ടി ബേട്ടി ബന്ധമാണ്. അതായത് ഭക്ഷണവും അതുപോലെ കുടുംബ ബന്ധങ്ങളും പോലും ഇഴചേർന്ന് കിടക്കുന്ന അത്രയും ആത്മീയവും സാംസ്കാരികവുമായ ഒരു ആഴത്തിലുള്ള ഇണക്കമാണത്. രാഷ്ട്രീയമായ ഈ തർക്കങ്ങൾ ആഴത്തിലുള്ള ഈ ആത്മബന്ധത്തിൽ വിള്ളലുണ്ടാക്കരുത് എന്ന് തന്നെയാണ് ഇന്ത്യയുടെ എക്കാലത്തെയും ആഗ്രഹം. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ലിബുലേഖ് വഴി തീർത്ഥാടകരെ അയക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്കില്ല. കാരണം ഈ പാത ഇന്ത്യയുടെ സ്വന്തമാണ്. ഈ റൂട്ടിലൂടെയുള്ള യാത്ര വെറും 7-8 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്നതുമാണ്. നേപ്പാൾ വഴി പോകുമ്പോൾ എടുക്കുന്ന സമയത്തിന്റെ പകുതി മതി ലിബുലേഖ് വഴി യാത്ര ചെയ്യാൻ. ഇന്ത്യ വ്യക്തമാക്കുന്നത് ഇതാണ്: ഞങ്ങൾ ഞങ്ങളുടെ അതിർത്തിക്കുള്ളിലാണ് വികസനം നടത്തുന്നത്. അതിൽ ആരും ഇടപെടേണ്ട. അതേസമയം അയൽ രാജ്യവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ചർച്ചകൾക്ക് ഇന്ത്യ തയ്യാറാണ്. വിദേശകാര്യ സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ ഉടൻ ഉണ്ടായേക്കാമെന്ന സൂചനകളുണ്ട്. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നേപ്പാളിന്റെ ഈ ഒരു നീക്കം നൈദർ ജസ്റ്റിഫൈഡ് നോർ ബേസ്ഡ് ഓൺ ഫാക്ട്സ്, അഥവാ ന്യായീകരിക്കാൻ കഴിയാത്തതും യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതുമാണ് എന്ന് ഇന്ത്യ തുറന്നടിച്ചു കഴിഞ്ഞു. അതായത് ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പോലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന നയതന്ത്ര നിലപാടിൽ മോദി ഗവൺമെന്റ് ഉറച്ചു നിൽക്കുകയാണ്. നേപ്പാൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഇന്ത്യ ശക്തമായ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഇതാണ് ലിബുലേഖ് തർക്കത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. ചരിത്രപരമായ രേഖകൾ ഇന്ത്യക്ക് അനുകൂലമാണെങ്കിലും നേപ്പാൾ ഈ ഒരു വിഷയം ഒരു ഇമോഷണൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ വസ്തുതകൾ, അതായത് ഫാക്ട്സിനാണ് വില. ഇന്ത്യയുടെ മറുപടി വളരെ കൃത്യമാണ്: ഇത് ഇന്ത്യൻ മണ്ണാണ്. ഇവിടെ ഭക്തർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.